സാരിയിൽ ഇനി എത്ര സെക്സി ആയിരിക്കും. ഐ സോ സോറി. ഞാൻ എന്റെ വൈഫ് എന്ന് വിചാരിച്ചേ. സോറി. സുന്ദരി, എന്താ സുന്ദരി? ബോക്സ് തിരിച്ചു തരാൻ വന്നതാ. മിസ്സായി പോയല്ലോ. എന്തായിട്ടാ രാവിലെ തന്നെ കുടിക്കുന്നത്? ഇത് രാത്രിയെ കുടിക്കാൻ പാടുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? പോയി തിന്നാൻ വല്ലതും കൊണ്ടുപോവാ. പോ. സുന്ദരി, ഒരു മിനിറ്റ് വായിരിക്കെ. ആക്ച്വലി ഞാൻ കുടിക്കില്ലെന്ന് നിനക്ക് വാക്ക് തന്നിരുന്നു. പക്ഷെ എവിടെ എനിക്ക് ജോലി കിട്ടുന്നില്ല. ഇങ്ങനെ തന്നെ പോയാൽ ഞാൻ കുറച്ചു ദിവസത്തിനുള്ളിൽ ചത്തുപോകുന്ന പോലെ. ഞാൻ ഡിപ്രഷനിലുള്ളപ്പോ എനിക്ക് സൂയിസൈഡ് തോട്ട്സ് വരുന്നു. അത് മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കുടിക്കുന്നത്. ഒന്നും വിചാരിക്കല്ലേ. എല്ലാ മാസവും ₹1,00,000 വന്നോണ്ടിരുന്ന അക്കൗണ്ടില് അടുത്ത മാസം തൊട്ട് 10 പൈസ പോലും വരില്ലെന്ന് ആലോചിക്കുമ്പോ എന്റെ നെഞ്ച് പിടയ്ക്കുന്നു സുന്ദരി. എന്റെ ദൈവമേ, എത്ര കമ്പനിയിൽ കയറി ഇറങ്ങിയിട്ടും ഒരു സ്ഥലത്ത് പോലും ജോലി കിട്ടുന്നില്ലല്ലോ. നിങ്ങൾക്ക് ജാതകത്തിൽ ഇത്ര വിശ്വാസമാണെങ്കിൽ അങ്ങനെ തന്നെ നോക്കാം. ഇത് ശരിയായില്ലെങ്കിൽ വേറൊരു ബന്ധം നോക്കാം. എന്തു പറയുന്നു? ആ ശരി ശരി, കാപ്പി തണുക്കുന്നു, എടുത്ത് കുടിക്കി. അവർ രണ്ടുപേരും ജാതകം ചേരണം. ഇക്കാലത്ത് ജാതക ചേർച്ചയൊക്കെ ആരാ നോക്കുന്നത്? ചേർന്നാകണം, തീർച്ചയായും ചേർന്നാകണം. താൻ എന്താ വിചാരിച്ച? എന്റെ മകന് ഒരു മാസം 2 lakhs ആണ് ശമ്പളം. ജാതകം ചേരാതെ കല്യാണം കഴിപ്പിച്ചു വെച്ചാലേ 2 മാസം കൊണ്ട് അവർ വേറൊരു ഒക്കെങ്കിൽ ജാതകം ചേരുമോ നോക്ക്, അല്ലെങ്കിൽ വിട്ടുകളാ. ശരി, അത് വിടും. നിങ്ങൾക്ക് ജാതകത്തിൽ ഇത്ര വിശ്വാസമാണെങ്കിൽ അങ്ങനെ തന്നെ നോക്കാം. ഇത് ശരിയായില്ലെങ്കിൽ വേറൊരു ബന്ധം നോക്കാം. എന്തു പറയുന്നു? ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം ശരിയാവും. നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങി അറിയാതെ ഞാൻ കല്യാണം കഴിച്ചു പോയി. ഏതോ ജാതകം ഉണ്ടെന്ന് പറയുന്നല്ലോ. അതൊന്നും നോക്കാതെയാണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഞാൻ അനാഥനായിരുന്നപ്പോ പോലും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടില്ല. കല്യാണം കഴിച്ച 1 മാസത്തിനുള്ളിൽ ശരിക്കും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും തോന്നുന്നു. തെറ്റ് എന്റേതാണ്. പിന്നെങ്ങനെയാ കണ്ട ഉടനെ കല്യാണം കഴിക്കണം തോന്നിയതല്ലേ? ഇതിനേക്കാളും ദാരിദ്ര്യം ഇനി എന്റെ ലൈഫിലേക്ക് എങ്ങനെ വരാണ്? സത്യത്തിൽ ജാതകം വളരെ പവർഫുൾ ആണെന്നാണ് പറയുന്നത്.
നിന്നെ കല്യാണം കഴിച്ചതിന് ഞാൻ ചത്തു പോവാന്ന് പോലും എനിക്കിപ്പോ സംശയമുണ്ട്. എനിക്ക് അമ്മയും അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ അവര് നോക്കി നടത്തിയേനെ. നിനക്കുണ്ടെങ്കിലും ഇല്ലാത്ത പോലെയാ. ഇതൊന്നും ആലോചിച്ചിട്ടില്ല. ആ. ഹലോ, അച്ഛാ, എന്താ മോളെ ഈ സമയത്ത്? അദ്ദേഹത്തിന്റെ ജോലി പോയി. എന്നെ കല്യാണം കഴിച്ചതുകൊണ്ടും എന്റെ ജാതകം ശരിയില്ലാത്തതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചെന്നാ പറയുന്ന അച്ഛാ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാനല്ലല്ലോ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് പോയത്. അദ്ദേഹമല്ലേ എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നത്. നീ വിഷമിക്കണ്ട മോളെ. അവന് ബന്ധുക്കളായ ആരും ഇല്ലല്ലോ. സ്നേഹവും ദേഷ്യവും ഒക്കെ നിന്നോടല്ലാതെ വേറെ ആരോട് കാണിക്കാനാ? നീ ഒരു കാര്യം ചെയ്. നാളെ രാവിലെ വീട്ടിന്റെ അടുത്ത് പണിക്കരാരെങ്കിലും ഉണ്ടോന്ന് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ ജാതകം കാണിക്കേ. നമുക്ക് പരിഹാരം വല്ലതും ഉണ്ടെങ്കിൽ ചെയ്യാം. ശരി അച്ഛാ. ആ അമ്മേ, ഞാൻ ജാതകം നോക്കിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ പറഞ്ഞിരുന്നില്ലേ അദ്ദേഹത്തിന് വിവാഹശേഷം ശരീരസുഖമില്ലാന്ന്. ജാതകം ചേർന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞതൊക്കെ നടക്കുത്രേ. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ. ശരി അമ്മേ, അദ്ദേഹത്തെ കണ്ടിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. ഇനി നിങ്ങൾ ചെല്ലേ. ശരി സ്വാമി. മാഡം, നിങ്ങൾ വരൂ. പറഞ്ഞോളൂ. എന്റെ ഭർത്താവിന്റെ ജോലി പോയി. എന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് അത് പോയത്. എന്റെ ജാതകം കാരണം അദ്ദേഹം പെരുവഴിയിലായെന്നാ പറയുന്നത്. അതുകൊണ്ടാ വന്നത്. എവിടെ ആ ജാതകം ഒന്ന് നോക്കട്ടെ. നിന്റെ ഭർത്താവ് അവനെ അറിയാതെ പറഞ്ഞതാ. അറിയേണ്ടതാ പറഞ്ഞത്. നിന്റെ ജാതകത്തിൽ മാംഗല്യദോഷമുണ്ട്. എന്നുവെച്ചാ കഴിഞ്ഞ ജന്മത്തില് നിന്റെ അച്ഛനോ നിന്റെ അമ്മയോ അല്ലെങ്കിൽ നീയോ തിരുമാംഗല്യത്തിൽ കള്ളത്തരം ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ സന്തോഷമായി ജീവിക്കുന്ന ഒരു ഭാര്യ ഭർത്താവിനെ പിരിച്ചിരിക്കാം. ഈ രണ്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കാം. ഈ ജന്മത്തിൽ നിങ്ങൾ ജീവിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം.
അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത പാവം കാരണം ഈ ജന്മത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശിക്ഷിക്കുന്നത് പോലെ ഒരു വലിയ പാവം ചെയ്യാതെ നിങ്ങളുടെ ജാതകം മാറില്ല, നിങ്ങളുടെ ജീവിതവും മാറില്ല. വലിയൊരു തെറ്റെന്ന് വെച്ചാ നിന്നെ കൊണ്ട് കഴിയില്ല. ഈ ജന്മത്തെ ഇതാണ് നിന്റെ തലയെഴുത്ത്. ചെല്ല്. അങ്ങനെ പറയരുത്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നിന്റെ ജീവിതത്തിനെ ശിക്ഷിക്കുന്നത് ഒരു വലിയ തെറ്റാണ്. നിന്നെ കൊണ്ട് കഴിയില്ല. ആവശ്യമില്ലാതെ എന്റെ സമയം നശിപ്പിക്കരുത്. നീ ചെല്ല്. എന്തായാലും സാരമില്ല, ഞാൻ ചെയ്തോളാം. നിങ്ങൾ പറഞ്ഞോളൂ. നീ നിന്റെ ഭർത്താവല്ലാതെ വേറൊരു ആണിന്റെ കൂടെ ശരീര ബന്ധപ്പെടണം. അത്രയും വലിയ ശിക്ഷ നീ നിനക്ക് തന്നെ നൽകിയില്ലെങ്കിൽ നിന്റെ ഭർത്താവിന്റെ ജീവിതം മാറില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? പറഞ്ഞില്ലേ നിന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ലെന്ന്. അത് ചെയ്യാതെ വേറെ മാർഗമില്ല. ഇപ്പൊ നീ ഇവിടുന്ന് പോ.